കീരമ്പാറ പഞ്ചായത്തിൽ അവതരിപ്പിച്ച പുതിയ ബജറ്റ് നിരാശാജനകമെന്ന് പ്രതിപക്ഷം. വൈസ് പ്രസിഡന്റ് ബീന റോജോ അവതരിപ്പിച്ച ബജറ്റ് വെറും സാങ്കല്പിക ബജറ്റ് മാത്രമാണെന്നാണ് ആക്ഷേപം. സർക്കാർ അനുവദിക്കുന്ന വിടവ് നികത്തൽ ഫണ്ട് കൊണ്ട് എത്രകാലം വികസനം സാധ്യമാകുമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് ബീന റോജോ അവതരിപ്പിച്ച ബജറ്റ് വെറും സാങ്കല്പിക ബജറ്റ് മാത്രമെന്ന ആക്ഷേപവുമായി പ്രതിപക്ഷം രംഗത്ത്. ജനക്ഷേമം മുൻനിർത്തി തയ്യാറാക്കേണ്ട ബജറ്റ് ജനവഞ്ചന വെളിപ്പെടുത്തുന്ന ഒന്നായി മാറിയെന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീമതി ബീന റോജോ ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിനെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായിട്ടുള്ളൊരു ബഡ്ജറ്റാണ് ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഗ്രാമപഞ്ചായത്ത് സർക്കാരിൻ്റെ വിടവ് നികത്തൽ ഫണ്ട് അടക്കം ലഭിക്കുന്നതുകൊണ്ടാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളും ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് സമയബന്ധിതമായിട്ട് ഫണ്ട് ലഭ്യമല്ല എന്നുള്ളൊരു രാഷ്ട്രീയ വാചകവും കൂടി അതിൽ അസാധാരണമായിട്ട് എഴുതി ചേർക്കുക എന്നുള്ളത് ശക്തമായ പ്രതിഷേധം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കുണ്ട്. കാരണം ഈ സംസ്ഥാന ഗവൺമെൻറ് പൊതുഖജനാവിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന വാർഷിക ബഡ്ജറ്റിൻ്റെ 40% അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിക്കൊണ്ട് മാതൃകാപരമായിട്ട് പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഗവൺമെൻറ്റിനെ കീർത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബഡ്ജറ്റിൻ്റെ ആമുഖം വളരെ പ്രതിഷേധാർഹമാണ് എന്നും കൂടിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ബജറ്റിന്റെ ആമുഖത്തിൽ തന്നെ അത് വ്യക്തമാണെന്നും അംഗങ്ങൾ കൂട്ടിച്ചേർത്തു. പഞ്ചായത്തിന്റെ പൊതുവായ വികസനത്തിന് സർക്കാർ നൽകുന്ന ഫണ്ടുകൾക്ക് പുറമെ തനതു വരുമാനം കണ്ടെത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ വരുമാനം കണ്ടെത്താൻ ആവശ്യമായ പദ്ധതികൾക്ക് ആവശ്യമായ ഫണ്ട് ബജറ്റിൽ വകയിരുത്തിയിട്ടില്ല എന്നും ആരോപണമുണ്ട്. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ പൊതുവായ വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ വരുമാനത്തിന് വിഭവ സ്രോതസ്സിന് പുറമേ നിന്നും തനത് വരുമാനം കണ്ടെത്തിയാൽ മാത്രമാണ് ഗ്രാമപഞ്ചായത്തിന്റെ വികസനം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ അതിന് വേണ്ടുന്ന തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ ഗ്രാമപഞ്ചായത്തിൽ വലിയ അനിയന്തരമായിട്ടുള്ള സാധ്യതകൾ ഉള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സാധ്യതകളെ, ടൂറിസം വികസന സാധ്യതകളെ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ഫണ്ട് വകയിരുത്തുകയോ പരാമർശിക്കുകയോ ചെയ്തിട്ടുള്ള ഇല്ല എന്നുള്ളൊരു നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഈ വന്യമൃഗങ്ങളടക്കം നിരന്തരം ശല്യം ചെയ്യുന്ന കർഷകരെയും അതുപോലെ തന്നെ വനവുമായി സമീപ പ്രദേശത്തെ നിവാസികൾക്ക് വളരെ ജീവിതം ദുസ്സഹമാകുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വനമേഖലയിൽ സ്ട്രീറ്റ് ലൈറ്റ് അടക്കമുള്ള തെരുവുവിളക്കുകൾ സ്ഥാപിക്കുന്നതിനും തെളിയിക്കുന്നതിനും ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഫണ്ട് വകയിരുത്തിയിട്ടില്ല എന്നുള്ള ഗൗരവകരമായിട്ടൊരു വീഴ്ചയും കൂടി ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുണ്ട്. സർക്കാർ അനുവദിക്കുന്ന വിടവ് നികത്തൽ ഫണ്ട് കൊണ്ട് മാത്രം എത്രകാലം വികസനം സാധ്യമാകുമെന്ന് പ്രതിപക്ഷം ചോദിച്ചു. കീരമ്പാറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VC ചാക്കോ, മെമ്പർമാരായ സിനി ബിജു, ജിജോ ആന്റണി, അൽഫോൻസ സാജു, ലിസി ജോസ്, ആശാമോൾ ജയപ്രകാശ് തുടങ്ങിയവർ ബജറ്റിനെതിരെ പ്രതികരിച്ചു. ഈ ബഡ്ജറ്റ് നിരാശാജനകമാണ്, പ്രതിഷേധാർഹമാണ്. ആ പ്രതിഷേധം ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇന്ന് ബഡ്ജറ്റ് വേളയിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബഡ്ജറ്റിന്റെ ഒരു അസാധാരണമായിട്ടുള്ള സ്ഥിതിവിശേഷം മുൻബാക്കി നീക്കിയിരിപ്പ് എന്നത് -1,66,80,000 ആണ് എന്നുള്ളൊരു വസ്തുതയും കൂടിയുണ്ട്. അപ്പോൾ സാങ്കല്പികമായിട്ടുള്ളൊരു ബഡ്ജറ്റാണ് ഇത്. 5% എന്നത് അവസാനത്തെ നീക്കിയിരിപ്പ് എന്നത് സാങ്കല്പികമായ കണക്കുകളുടെ ഒരു മന്ത്രജാലം മാത്രമാണ്. യാഥാർത്ഥ്യവുമായി ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനവുമായി ഒരു പുലബന്ധം പോലും ഇല്ലാത്തൊരു ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റ് ഞങ്ങൾ തള്ളിക്കളയുകയാണ് കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. മീഡിയ 60 കോതമംഗലം.